നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ക്ലാസ്സാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്, കേരളത്തിൻ്റെ തീരപ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പം കേരളത്തിൻ്റെ തീരപ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം മലബാർ തീരം എന്നതാണ് ആൻസർ. അപ്പം തീരദേശവുമായി ബന്ധപ്പെട്ട PSCയുടെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇന്ത്യയുടെ തീരദേശം. ഇന്ത്യയുടെ തീരദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുജറാത്ത് ഉണ്ടല്ലോ, ഇതാണ് ഗുജറാത്ത്. പിന്നെ ഇവിടെ വരച്ച് കാണിക്കാം. ഈ പറയുന്ന ഭാഗമാണ് ഗുജറാത്ത്. ആ ഗുജറാത്ത് മുതൽ ഈ ഗുജറാത്ത് മുതൽ ഈ ചോപ്പ് ബോർഡർ കൊടുത്തേക്കുന്നത് കണ്ടോ, ഇവിടെ കന്യാകുമാരി, ഇവിടെ വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ് ഡെൽറ്റ. അപ്പോൾ എന്താ നോക്ക്, ഗുജറാത്ത് മുതൽ ഇവിടം വരെ, ഗുജറാത്ത് മുതൽ വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ് ഡെൽറ്റ വരെ വ്യാപിച്ചിരിക്കുന്നതാണ് ഏത് ഇന്ത്യയുടെ തീരദേശം. ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം ഒഫീഷ്യൽ പ്രകാരം 1198.81 കിലോമീറ്ററാണ് ഇത് ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം. ഓക്കേണേ, ഇത് ഒഫീഷ്യൽ സൈറ്റാണ് കേട്ടോ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദ്വീപീയ ഇന്ത്യ. ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരച്ചേക്കുന്ന സംഭവം കണ്ടതാണ്, ഈ ചുമപ്പിട്ട് വരച്ചേക്കുന്ന കണ്ട, ഇതിനകത്ത് വരുന്ന കരയാണ് ഇത് ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ഉപദ്വീപീയ ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് 7870.5 കിലോമീറ്ററാണ് ഇത് ഉപദ്വീപീയ ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം. നമ്മുടെ അടുത്ത PSC എന്താണ്, 10th ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നത് ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം എത്രയെന്ന് ചോദിച്ചാൽ ആൻസർ എത്ര? അത് 7517 കിലോമീറ്ററാണ് എന്ത് ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം എന്ന് PSC ചോദിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം എന്ന് പറയുമ്പോൾ ഉപദ്വീപീയ ഇന്ത്യ പ്ലസ് ലക്ഷദ്വീപ് പ്ലസ് ആൻഡമാൻ നിക്കോബർ, ഇത്രയും പ്രദേശങ്ങളുടെ തീരദേശ ദൈർഘ്യമാണ് എത്ര? 7517 കിലോമീറ്റർ. ഓക്കേണേ, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്തത്, ഉപദ്വീപീയ ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം എത്ര എന്ന് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഉപദ്വീപീയ ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം അത് 6083 കിലോമീറ്റർ ആണ്. അത് റൗണ്ട് ചെയ്തെത്ര? 6100 കിലോമീറ്റർ എന്നാണ് NCERT പുസ്തകത്തിൽ തന്നിരിക്കുന്നത്. അതിൽ ഉപദ്വീപീയ ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം എന്ന് പറഞ്ഞിട്ട് അവരതിൽ എഴുതിയിട്ടുണ്ട് ആൻഡമാൻ നിക്കോബറിനെയും ലക്ഷദ്വീപിനെയും ഒഴിവാക്കിയാണ് ഈ തീരദേശ ദൈർഘ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കേണേ, ഇനി ഇന്ത്യയുടെ തീരദേശത്തെ ഈ പറയുന്ന ഭാഗം കണ്ട, ഞാൻ ഈ വരച്ച് കാണിച്ചേക്കുന്ന ഭാഗം, ഇത് പടിഞ്ഞാറ് ഭാഗം, ഇതേത് കിഴക്ക് ഭാഗം. അപ്പം പടിഞ്ഞാറൻ തീരസമതലം ഓക്കേണേ, അതായത് പശ്ചിമ തീരമെന്നും കിഴക്കൻ തീരസമതലം പൂർവ്വ തീരം എന്നും പറഞ്ഞ് രണ്ടായിട്ട് ആര് തിരിക്കുന്നുണ്ട്? ഇന്ത്യയുടെ തീരദേശത്ത് തിരിക്കുന്നുണ്ട്. പശ്ചിമ തീരം എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് മുതൽ എവിടം വരെ? കന്യാകുമാരി വരെയാണ്, കന്യാകുമാരി വരെ. ഇനി ഇത് പശ്ചിമ തീരം. പൂർവ്വതീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കന്യാകുമാരി മുതൽ സുന്ദർബൻസ് ഡെൽറ്റ വരെയാണ്, സുന്ദർബൻസ് ഡെൽറ്റ വരെയാണ് എന്ത് പൂർവ്വതീരം. ഇതിൽ പശ്ചിമ തീരത്തെ പ്രധാനമായും മൂന്നായി തിരിക്കുന്നു. പശ്ചിമ തീരത്തെ പ്രധാനമായിട്ടും മൂന്നായി തിരിക്കുന്നു. ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഗുജറാത്ത് തീരം, 2 കൊങ്കൺ തീരം, 3 മലബാർ തീരം. ഇങ്ങനെ പറഞ്ഞ് മൂന്നായി തിരിക്കുന്നുണ്ട്. ഇപ്പം ഗുജറാത്ത് തീരം എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രദേശം വരെയാണ് ഗുജറാത്ത് തീരം. കൊങ്കൺ തീരം എന്ന് പറഞ്ഞാൽ അവിടം മുതൽ ഇവിടം വരെയാണ് ഏത് കൊങ്കൺ തീരം. ഇതാണ് ഇവിടെ നിന്ന് താഴോട്ടാണ് ഏത് മലബാർ തീരം വരുന്നത്. ഇതിൽ ഗുജറാത്ത് തീരം എന്ന് പറഞ്ഞാൽ റാൻ ഓഫ് കച്ച് കേട്ടിട്ടുണ്ടല്ലോ, റാൻ ഓഫ് കച്ച് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ നമ്മുടെ ദാമൻ ആൻഡ് ദിയു ഉണ്ടല്ലോ, ദാമൻ ആൻഡ് ദിയു, അവിടം വരെ വ്യാപിച്ച് കിടക്കുന്നവരാണ് അതായത് ഗുജറാത്ത് തീരം. ഈ ദാമൻ ദിയു മുതൽ ഈ നമ്മുടെ കർണാടക ഉണ്ടല്ലോ, കർണാടകയുടെ വടക്കൻ തീരം വരെയാണ് കൊങ്കൺ. ആ കർണാടകയുടെ തെക്ക് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് ഏത് മലബാർ തീരം. ഇത്രയും ഓക്കെയാണേ, നമുക്ക് 10th ലെവൽ പ്രിലിംസിന് മാത്രം പഠിച്ചാൽ മതി. അതിൽ പശ്ചിമ തീരത്തിൻ്റെ ദൈർഘ്യം ദൈർഘ്യം എത്രയെന്ന് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള നീളോടാ, ആ ദൈർഘ്യം 1840 കിലോമീറ്റർ ആണ്. എത്രയാണ് ദൈർഘ്യം? 1840 കിലോമീറ്റർ.
ഇതിൻ്റെ വീതി എത്രയാണ് തന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് 10-15 കിലോമീറ്ററാണ് വീതി നമ്മുടെ SCERT തന്നിരിക്കുന്നത്. ഏത് പശ്ചിമ തീരത്തിൻ്റെ നീളം 1840 കിലോമീറ്ററും വീതി 10-15 കിലോമീറ്ററും. എന്നാൽ പഴയ SCERT ടെക്സ്റ്റ് ബുക്കിൽ 64 കിലോമീറ്ററാണ് ശരാശരി വീതി എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും കാര്യം പശ്ചിമ തീരവുമായി ബന്ധപ്പെട്ട് 10th ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് പഠിച്ചു വെച്ചേക്കണം. അപ്പം നമ്മുടെ കേരളം വരുന്നത് മലബാർ തീരത്താണ്. ഇനി അടുത്തതാണ് പൂർവ്വതീരം. പൂർവ്വതീരം എന്താണ്ടേടാ കിഴക്ക് ഭാഗമല്ലേ പൂർവ്വതീരം. പൂർവ്വതീരത്തെ പ്രധാനമായും രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ വടക്കൻ സിർക്കാസ്. ഓക്കെ, ഒന്ന് വടക്കൻ സിർക്കാസ്, രണ്ട് കോറമാൻഡൽ തീരം. ഓക്കെ, ഒന്ന് വടക്കൻ സിർക്കാസും രണ്ട് ഏത് കോറമാൻഡൽ തീരവും. വടക്കൻ സിർക്കാസ് പറയുന്നതിന് മുമ്പ് കോറമാൻഡൽ തീരം പറയാം. നമുക്ക് ഇവിടെ കന്യാകുമാരി അല്ലേ തീർന്നത്, ആ കന്യാകുമാരി. ഓക്കെ, കന്യാകുമാരി, അതുപോലെ നമ്മുടെ തമിഴ്നാട്, ആന്ധ്രയുടെ തെക്ക് ഭാഗം, ആന്ധ്രയുടെ തെക്ക് ഭാഗം, ഇത്രയുമാണ് ഇതിൽ വരുന്നത് കോറമാൻഡൽ തീരത്തിൽ വരുന്നത്. എന്നാൽ വടക്കൻ സിർക്കാസിൽ വരുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെടാ വടക്കൻ സിർക്കാസിൽ വരുന്നത്? വടക്കൻ സിർക്കാസിൽ ആന്ധ്രയുടെ വടക്ക് മുതൽ ഒഡീഷ, അതുപോലെ വെസ്റ്റ് ബംഗാൾ, ഇത്രയും തീരസമതലമാണ് ഇവിടെ വരുന്നത് വടക്കൻ സിർക്കാസിൽ വരുന്നത്. ഇനി നമ്മൾ പശ്ചിമ തീരം പറഞ്ഞതുപോലെ പൂർവ്വ തീരത്തിനും നീളം SCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അത് 1800 കിലോമീറ്ററാണ്. നീളം എത്രയാണ്? 1800 കിലോമീറ്റർ. ഇതിൻ്റെ വീതി ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഇതിൻ്റെ വീതി നമുക്കുള്ള ടെക്സ്റ്റ് ബുക്കിൽ, അതായത് പഴയ ടെക്സ്റ്റ് ബുക്കിൽ 80-160 കിലോമീറ്റർ. 80-160 കിലോമീറ്ററാണ് എന്ത് നമ്മുടെ പഴയ SCERT ടെക്സ്റ്റ് ബുക്കിൽ എന്ത് പറഞ്ഞേക്കുന്നത്? പൂർവ്വതീരത്തിൻ്റെ വീതിയെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത്രയും പശ്ചിമതീരവും പൂർവ്വതീരവും മനസ്സിലാക്കുക. നമ്മളത് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂട്ടത്തിൽപ്പെടാത്തത് ഏതെന്ന് ചോദിക്കും. അപ്പം കൂട്ടത്തിൽപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ കൊങ്കൺ, ബി മലബാർ, സി കോറമാൻഡൽ, ഡി ഗുജറാത്ത് തീരം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്? കോറമാൻഡൽ തീരമാണ് കേട്ടോ. ഇങ്ങനെ ഈ ലെവലിൽ ഒരു പരീക്ഷയ്ക്ക് എന്താണ് PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യുക? കൃത്യമായിട്ടും പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം. ഇവിടെ കച്ച് കടലിടുക്ക്, കാംബെ കടലിടുക്ക്, ജിബ്രാൾട്ടർ കടലിടുക്ക്, മാന്നാർ കടലിടുക്ക്. ഇവിടെ നോക്കടാ, കച്ച് എന്ന് പറയുന്നത് ഗുജറാത്തിൻ്റെ ഭാഗത്ത് വരുന്നതാണല്ലേ. കാംബെയും നമുക്കുള്ള അടുത്തൊന്നുള്ളതല്ല. ഓക്കെ, തെക്ക് ഭാഗത്തുള്ളതല്ല. എന്നാൽ ജിബ്രാൾട്ടർ എന്ന് പറഞ്ഞാൽ ജിബ്രാൾട്ടർ NCERT ടെക്സ്റ്റ് ബുക്ക് എഴുതിയിട്ടുണ്ടടാ. ആഫ്രിക്കയുണ്ടല്ലോ, ആഫ്രിക്കയെയും യൂറോപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്ക് ഏത്? അതിൻ്റെ ഉത്തരമാണ് ഏത്? ജിബ്രാൾട്ടർ കടലിടുക്ക്. ഇതിൽ കാംബെ കടലിടുക്ക് വരുന്നത് ഗുജറാത്തിൻ്റെ ഭാഗത്താണ്. അപ്പം കച്ചും അതുപോലെ തന്നെ എന്താണ് കാംബെയും വരുന്നത് ഗുജറാത്തിൻ്റെ ഭാഗത്താണ്. അപ്പം ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം എന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പം താഴെ തന്നിരിക്കുന്നത് വെച്ചുകൊണ്ട് മാന്നാർ കടലിടുക്കാണ് ഏത് ആൻസറായിട്ട് വരുന്നത്. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം കേട്ടാ. ഇവിടെ ഈ ഒരു പ്രദേശം കണ്ട നമ്മുടെ ഇതാണ് കന്യാകുമാരി. ഇതാണ്ട് ഈ ഒരു പ്രദേശം, പോയിരിക്കുന്ന ഈ ഒരു പ്രദേശമാണ് ഏത്? ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലെ അതിർത്തി. ഈ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലെ അതിർത്തി ചോദിച്ചാൽ, ഇന്ത്യ ശ്രീലങ്ക അന്താരാഷ്ട്ര അതിർത്തി ചോദിച്ചാൽ പാക് കടലിടുക്ക്. ഓക്കെ, പാക് സ്ട്രെയിറ്റ്, പാക് കടലിടുക്ക്, അല്ലെങ്കിൽ മാന്നാർ ഉൾക്കടൽ. ഓക്കെയാണേ, പാക് കടലിടുക്ക് അല്ലെങ്കിൽ മാന്നാർ ഉൾക്കടൽ. ഇതാണ് നമ്മളിത് 10th ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ചാലുള്ള ആൻസർ. ഇതിൽ ഓപ്ഷൻ എ പാക് കടലിടുക്ക്, ബി മാന്നാർ ഉൾക്കടൽ എന്ന് വന്നു കഴിഞ്ഞാൽ രണ്ടും ആൻസറാണ്. എന്നാൽ പാക് കടലിടുക്ക്, മാന്നാർ കടലിടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ഏത് എഴുതാവൂ? പാക് കടലിടുക്ക് എഴുതാവൂ. നേരത്തെ വന്നിരിക്കുന്ന ഓപ്ഷൻ കണ്ട അതിൽ ബാക്കി 3 പേരെ നമുക്ക് ഒഴിവാക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്തെഴുതിയത്? മാന്നാർ കടലിടുക്ക് എന്നെഴുതിയത്. എന്നാൽ PSC മുമ്പ് വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലെ അന്താരാഷ്ട്ര അതിർത്തി ഏത്? അവിടെ ഓപ്ഷൻ എ പാക് കടലിടുക്ക്, അതുപോലെ തന്നെ എന്താണ് ബി മാന്നാർ കടലിടുക്ക് എന്നാണ് എന്ത് ഓപ്ഷൻ വന്നത് കേട്ടോ. അപ്പോൾ നോക്ക്, പാക്ക് മാന്നാർ നമ്മൾ എന്ത് വിചാരിക്കും? രണ്ടും ആൻസർ അല്ലേ എന്ന് വിചാരിക്കും. ചിലപ്പോൾ എന്താണ്, ചിലർ മാന്നാർ ചോദിക്കും, ചിലർ പാക്ക് ചോദിക്കും. ഇവിടെ ആൻസർ വരുന്നത് പാക്കാണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ.
കാരണം ഈ പറയുന്ന ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും ഇടയിലെ കടലിടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കടലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറിയ കനാലാണ്, അല്ലെങ്കിൽ ചെറിയ കനാൽ പോലുള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാണേത്? കടലിടുക്ക്. ആ കടലിടുക്കിന് ഈ പറയുന്ന മദ്രാസിലെ മുമ്പ് അതായത് 1700-കളിൽ മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഗവർണർ ജനറൽ ആയിരുന്ന ഒരു പുള്ളിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് റോബർട്ട് പാക്ക്. അദ്ദേഹത്തിനോടുള്ള സ്മരണാർത്ഥം ഈ പറയുന്ന കടലിടുക്കിന് നൽകിയ പേരാണ് പാക് കടലിടുക്ക് കേട്ടോ. അങ്ങനെയാണ് പാക് കടലിടുക്ക് എന്ന് പേര് വന്നത്. അതുകൊണ്ടാണ് കടലിടുക്കിൻ്റെ പേരെന്ത്? പാക്ക് എന്ന് വന്നത്. ഇനി ഉൾക്കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉൾക്കടൽ. അങ്ങനെയാണ് ഇത് മാന്നാർ ഉൾക്കടൽ കേട്ടോ. അപ്പം ഇവിടെ ചോദ്യം വരുമ്പോൾ ശ്രദ്ധിച്ച് വായിച്ച് നോക്കി മാത്രമേ ആൻസർ എഴുതി വയ്ക്കാവൂ. ഇനി ഇന്ത്യ അതുപോലെ തന്നെ പാകിസ്ഥാൻ അതിർത്തി ചോദിച്ചു കഴിഞ്ഞാൽ റാഡ്ക്ലിഫ് രേഖ. അതുപോലെ ഇന്ത്യയും ബംഗ്ലാദേശും ചോദിച്ചു കഴിഞ്ഞാൽ അത് തീൻബെഗ്ഗ കോറിഡോർ. ഇനി അതുപോലെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അന്താരാഷ്ട്ര അതിർത്തി ചോദിച്ചാൽ മക്മോഹൻ രേഖ. ഇത് നമ്മൾ എന്തിൽ തന്നിട്ടുണ്ടടാ? നമുക്കുള്ള യൂട്യൂബ് ചാനലിൽ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇതുമായി ബന്ധപ്പെട്ട് അതൊന്ന് കയറി കണ്ടേക്കണേ. അടുത്ത ക്വസ്റ്റ്യനാണ് വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഏത്? ഇന്ത്യയിൽ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ചോദിച്ചാൽ ഉത്തരം ഏതാണ്? അത് ഉത്തരായന രേഖയാണ് കേട്ടോ, ഉത്തരായന രേഖ. അപ്പം നമ്മളിതാണ്ട് ഇന്ത്യ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇന്ത്യ ഇങ്ങനെ വരച്ചു. അപ്പോൾ ഇന്ത്യ ഇങ്ങനെ വരച്ച സമയത്ത് ഇന്ത്യയുടെ മധ്യഭാഗത്ത് കൂടി ഏകദേശം മധ്യഭാഗത്ത് കൂടി പോകുന്ന അക്ഷാംശ രേഖയാണ് ഇത്? ഈ പറയുന്ന ഉത്തരായന രേഖ. നമ്മൾ ഉത്തരായന രേഖയുടെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇന്ത്യയുടെ മധ്യഭാഗത്ത് കൂടി പോകുന്ന അക്ഷാംശ രേഖയാണ് ഏത്? ഉത്തരായന രേഖ. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ നോക്കടാ. രാജസ്ഥാൻ, അങ്ങനെ രാജസ്ഥാനുണ്ട്. അതുപോലെ തന്നെ മധ്യപ്രദേശ്, ഇന്ത്യയുടെ മധ്യഭാഗത്ത് കൂടി പോകുന്ന മധ്യപ്രദേശുണ്ട്. അതുപോലെ ഏതാണ്ട് ഗുജറാത്തുണ്ട്. അതുപോലെ ജാർഖണ്ഡ്, ത്രിപുര. അടുത്തത് മിസോറാമുണ്ട്, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ. അങ്ങനെ എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നു എന്ന് ചോദിച്ചാൽ 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആ 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പഠിക്കാൻ വേണ്ടി നമുക്കൊരു ജസ്റ്റ് ഒരു കോഡ് പഠിച്ചു വെച്ചേക്കണം. ആ കോഡാണ് ഇത്. എന്നെ പണ്ട് ഞാൻ പഠിപ്പിച്ച സമയത്ത് എന്നെ ഒരു സാറ് പഠിപ്പിച്ചതാണ് കേട്ടോ. അതാണ് രാമചപമി ഗുജത്രി കേട്ടോ. രാമചപമി ഗുജത്രി. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ, മിസോറാം, ഗുജറാത്ത്, ജാർഖണ്ഡ്, ത്രിപുര. ഓക്കെയാണേ. ഈ ഉത്തരായന രേഖയെ സംബന്ധിച്ചുള്ള ചോദ്യവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്കുള്ള ഗ്രൂപ്പിൽ, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് കയറി കാണണം. അപ്പം നമ്മളിന്ന് ആദ്യമായിട്ട് നമ്മൾ ഈ പറയുന്ന 10th ലെവൽ പ്രിലിംസിൻ്റെ ചോദ്യങ്ങൾ, അതിൽ ജോഗ്രഫിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ എടുത്ത് നമ്മൾ ചെയ്യുവാണ്. അതിലെന്താണ് ഫസ്റ്റ് ചോദ്യത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്ത നമ്മുടെ ചോദ്യമാണ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം ഏത്? അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹമാണ് ലക്ഷദ്വീപ് കേട്ടോ. ഏതാണ്? ലക്ഷദ്വീപാണ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം. ഓക്കെ. ഇതിൽ എവിടെ? ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹമാണ് അത് ആൻഡമാൻ നിക്കോബർ ഐലൻഡ് ആണ് കേട്ടോ. ആൻഡമാൻ നിക്കോബർ ഐലൻഡ്. ഈ ലക്ഷദ്വീപിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വിദേശ രാജ്യമാണ് അത് മാലിദ്വീപാണ് കേട്ടോ. മാലിദ്വീപ്. ആൻഡമാൻ നിക്കോബർ ഐലൻഡിലെ അവിടുത്തെ ഒരു ദ്വീപാണ് ബാരൻ ദ്വീപ് കേട്ടോ. ബാരൻ എന്ന വാക്കിൻ്റെ അർത്ഥം തരിശ് എന്നാണ് കേട്ടോ. ബാരൻ എന്ന വാക്കിൻ്റെ അർത്ഥം ചോദിച്ചാൽ എന്താണ്? തരിശ് എന്നാണ് എന്നറിഞ്ഞിരിക്കണേ. അപ്പം അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹമാണ് ലക്ഷദ്വീപ്. അപ്പം ലക്ഷദ്വീപ് കടൽ എന്നറിയപ്പെടുന്ന കടൽ ഏത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ. ആൻസർ ഏതാണ്? അറബിക്കടലാണ്. ലക്ഷദ്വീപ് കടൽ എന്നറിയപ്പെടുന്ന കടൽ ചോദിച്ചാൽ ഏതാണ്? അത് അറബിക്കടലാണ് കേട്ടോ. അറബിക്കടൽ. ഇനി ഇന്ത്യയുടെ ഏതു ഭാഗത്തായാണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇന്ത്യയുടെ ഏത് ഭാഗത്താണ്? പടിഞ്ഞാറ് ഭാഗത്ത്.
ലക്ഷദ്വീപിലെ ആകെ ജില്ലകളുടെ എണ്ണം ചോദിച്ചാൽ ഒരേ ഒരു ജില്ലയേ ഉള്ളൂ. അപ്പം PSC ചോദിച്ചിട്ടുണ്ട് കേരള ഹൈക്കോടതിയുടെ കീഴിൽ ആകെ എത്ര ജില്ലകളുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആകെ എത്ര ജില്ലകളുണ്ട് കേരള ഹൈക്കോടതിയുടെ കീഴിൽ? 15 ജില്ലകളാണ് കേട്ടോ. അതായത് കേരളത്തിലെ 14 ജില്ലകളും കൂടാതെ ലക്ഷദ്വീപും. അങ്ങനെയാണ് കേരളത്തിലെ ഹൈക്കോടതിയുടെ ജില്ലകളുടെ എണ്ണം ചോദിച്ചാൽ ഏത്? 15. ഇനി ഈ പറഞ്ഞ ലക്ഷദ്വീപും മാലദ്വീപും ഇല്ലേ, ഈ ലക്ഷദ്വീപും മാലദ്വീപും തമ്മിലാണ് ഇന്ത്യൻ യൂണിയനും മാലദ്വീപും തമ്മിലുള്ള അതിർത്തിയുള്ളത് കേട്ടോ. ആ അതിർത്തിയാണ് ഏത്? അത് 8 ഡിഗ്രി ചാനലാണ് കേട്ടോ. ഏതാണ്? 8 ഡിഗ്രി ചാനലാണ് ഏത്? ലക്ഷദ്വീപും മാലദ്വീപും തമ്മിലുള്ള അന്താരാഷ്ട്ര അതിർത്തി. ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം ചോദിച്ചാൽ 36 ദ്വീപുകളാണ് ലക്ഷദ്വീപിൽ ആകെ ഉള്ളത് കേട്ടോ. ഇതിൽ 10 എണ്ണത്തിൽ മാത്രമേ എന്തുള്ളൂ? ജനവാസമുള്ളൂ. എന്നാൽ നമ്മുടെ +2 ടെക്സ്റ്റ് ബുക്കിൽ 11 എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 10 എണ്ണത്തിൽ മാത്രമേ എന്തുള്ളൂ? ജനവാസമുള്ള ദ്വീപുകളുള്ളൂ. ഈ ദ്വീപുകളിൽ ഏറ്റവും വലിയ ദ്വീപ് ഏത്? ഓക്കെ, ഏറ്റവും വലിയ ദ്വീപ് ചോദിച്ചാൽ അത് ഏതാണ്? അത് ആന്ത്രോത്ത് ദ്വീപാണ് കേട്ടോ. ഏറ്റവും വലിയ ദ്വീപ് ചോദിച്ചാൽ ഏതാണ്? അത് ആന്ത്രോത്താണ്. ഏറ്റവും ചെറിയ ദ്വീപ് ചോദിച്ചാൽ അത് ബിത്രയാണ് കേട്ടോ. ഏറ്റവും ചെറിയ ദ്വീപ് അത് ബിത്രയാണ്. ബിത്ര ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ. ഇനി ലക്ഷദ്വീപിൻ്റെ വടക്കേ അറ്റം അറിയപ്പെടുന്ന പേരെന്ത്? ലക്ഷദ്വീപിൻ്റെ വടക്കേ അറ്റം അറിയപ്പെടുന്ന പേരാണ് ചെർബനിയനി റീഫ്. ഓക്കെ, അതുപോലെ ലക്ഷദ്വീപിൻ്റെ തെക്കേ അറ്റം ചോദിച്ചു കഴിഞ്ഞാൽ അത് മിനിക്കോയ് ദ്വീപാണ് കേട്ടോ. മിനിക്കോയ് ദ്വീപ്. ഈ മിനിക്കോയ് ദ്വീപ് ലക്ഷദ്വീപിലെ ബാക്കി 35 ദ്വീപുകളിൽ നിന്നും, അതായത് 35 ദ്വീപുകൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ അതിൽ നിന്നും എന്താണ് കുറച്ച് മാറിയാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ഈ പറയുന്ന മിനിക്കോയ് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഈ പറയുന്ന മിനിക്കോയ് ദ്വീപുണ്ടല്ലോ, അവനെ ലക്ഷദ്വീപിലെ മറ്റ് ദ്വീപുകളെ തമ്മിൽ വേർതിരിക്കുന്നത്. അപ്പോൾ ഇത് മിനിക്കോയ് ദ്വീപാണ്. ലക്ഷദ്വീപിലെ മറ്റ് ദ്വീപുകളിൽ നിന്നും വേർതിരിക്കുന്ന ചാനൽ ചോദിച്ചാൽ അത് 9 ഡിഗ്രി ചാനലാണ് കേട്ടോ. 9 ഡിഗ്രി ചാനൽ. അപ്പോൾ ഈ പറയുന്ന മിനിക്കോയ് ദ്വീപിൻ്റെ ഇവിടെയായിട്ടാണ് മാലിദ്വീപ് ഉള്ളത് കേട്ടോ. ഈ അന്താരാഷ്ട്ര അതിർത്തിയാണ് ഏത്? ഇതാണ് 8 ഡിഗ്രി ചാനൽ കേട്ടോ. ഇത് 8 ഡിഗ്രി ചാനലാണ്. ഇനി നമ്മളടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് 10 ഡിഗ്രി ചാനൽ, അല്ലെ 10 ഡിഗ്രി ചാനൽ. 10 ഡിഗ്രി ചാനൽ വേറെ ഒന്നുമല്ല, ആൻഡമാനെയും നിക്കോബറിനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിയാണ് ഏത്? 10 ഡിഗ്രി ചാനൽ. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനാണ് ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? നമ്മുടെ PSCയുടെ സ്ഥിരം ചോദ്യമാണ് കേട്ടോ. 10th പ്രിലിംസിൻ്റെ സ്ഥിരം ചോദ്യമാണ്. അത് ദേശീയ ജലപാത 3. അപ്പം നാഷണൽ വാട്ടർവേ 3. നാഷണൽ വാട്ടർവേ 3 ബന്ധിപ്പിക്കുന്ന ആരെയെന്ന് ചോദിച്ചാൽ അത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് കേട്ടോ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. ഈ നാഷണൽ വാട്ടർവേ 3യെ വിളിക്കുന്ന പേരാണ് പശ്ചിമ തീര കനാൽ എന്നറിയപ്പെടും കേട്ടോ. എന്തെന്നറിയപ്പെടുന്നത്? പശ്ചിമ തീര കനാൽ എന്നാണ് ഏത്? നാഷണൽ വാട്ടർവേ 3 അറിയപ്പെടുന്നത്. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ഇതിൻ്റെ നീളം ചോദിച്ചു കഴിഞ്ഞാൽ 205 കിലോമീറ്ററാണ് കേട്ടോ. SCERT മാത്രമേ പറയുന്നുള്ളൂ. പശ്ചിമ തീര കനാലിൻ്റെ നീളം ചോദിച്ചു കഴിഞ്ഞാൽ 205 കിലോമീറ്ററാണ്. അപ്പം നമ്മളുടെ പരീക്ഷയ്ക്ക് നാഷണൽ വാട്ടർവേ 1 ചോദിക്കും. നാഷണൽ വാട്ടർവേ 1 ചോദിച്ചാൽ അതാണ് ഏത്? അലഹബാദ് മുതൽ ഹാൽദിയ വരെയാണ് ഏത്? നാഷണൽ വാട്ടർവേ 1. ഇതിൻ്റെ നീളം PSC പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നതാണ്. കൃത്യമായും പഠിച്ചു വെച്ചേക്കണം. 1620 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഏത് നദിയിലെന്ന് ചോദിച്ചാൽ ഗംഗാ നദിയിലാണ് കേട്ടോ. അലഹബാദ് മുതൽ ഹാൽദിയ വരെയാണ് നാഷണൽ വാട്ടർവേ 1. ഇനി നാഷണൽ വാട്ടർവേ 2 ചോദിച്ചാൽ അതാണ് സാദിയ മുതൽ ധൂബ്രി വരെയാണ് ഏത്? നാഷണൽ വാട്ടർവേ 2 സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇത് ഏത് നദിയിലെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര നദിയിലാണ് കേട്ടോ. ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. ഇതിൻ്റെ നീളം SCERT പ്രകാരം 891 കിലോമീറ്ററാണ്. 891 കിലോമീറ്റർ. ഇനി അടുത്ത നാഷണൽ വാട്ടർവേ 3 നമ്മൾ പറഞ്ഞു. നാഷണൽ വാട്ടർവേ 4. നാഷണൽ വാട്ടർവേ 4 ഏത്? കാക്കിനഡ മുതൽ പുതുച്ചേരി വരെ. ഇതിൻ്റെ നീളം 1095 കിലോമീറ്ററാണ് കേട്ടോ. ഏത്? 1095 കിലോമീറ്റർ. ഗോദാവരി നദി ഉണ്ടല്ലോ, ഗോദാവരി നദി അതുപോലെ തന്നെ കൃഷ്ണ നദി. ഗോദാവരി നദി കൃഷ്ണ നദിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഏത്? കാക്കിനഡ മുതൽ പുതുച്ചേരി വരെയുള്ള നാഷണൽ വാട്ടർവേ 4. ഇനി അടുത്തതായിട്ട് നാഷണൽ വാട്ടർവേ 5 ഉണ്ട്. ഇതുകൂടെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. അത് ബ്രഹ്മണി മഹാനദി. ഓക്കെ, ബ്രഹ്മണി മഹാനദി എന്നിവയുടെ ഡെൽറ്റ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു കൊണ്ടുള്ളതാണ് ഏത്? നാഷണൽ വാട്ടർവേ 5 കേട്ടോ. ഇതിൻ്റെ നീളം ചോദിച്ചു കഴിഞ്ഞാൽ 623 കിലോമീറ്റർ. ഇത് 10th ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നതാണ്. ഈ നീളങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ചേക്കണം. ഇതെല്ലാം എന്താണ്? SCERT ആണ്.